ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗൈസ്. അപ്പോൾ ഇത് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. കുറേ നാൾക്ക് ശേഷമാണ് ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂസ്ലി വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതല്ലേ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ കുറച്ചിങ്ങനെ സംസാരിച്ചുകൊണ്ട് എന്താ പറയുക അങ്ങനെയൊക്കെ വീഡിയോ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിൽ പല ആളുകൾക്കും ഉള്ള ഒരു പ്രശ്നമായിരിക്കാം. പല ആളുകൾക്കും ആ ഒരു പ്രോബ്ലം മാറിയിട്ടുണ്ടാകും. അതിൻ്റെ കുറച്ച് അവശേഷിപ്പുകളൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ടാവും. ആ പ്രശ്നമൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ, അല്ലെങ്കിൽ മാറാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് ഇവിടെ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആക്ച്വലി നമുക്കിങ്ങനെ കുറച്ചിങ്ങനെ സംസാരിച്ച് അങ്ങനെ വീഡിയോ എടുക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റിലേക്ക് നമുക്ക് വരാം. ഇന്ന് നമ്മളിൽ പല ആളുകൾക്കും ഉള്ള ഒരു പ്രശ്നമാണ് ആക്നി ഇഷ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് ഫേസിൽ മാത്രമല്ല, പല ആളുകൾക്കും ബാക്കിലും ആക്നി ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. അല്ലെ, കഴുത്തിൽ, നമ്മുടെ പുറയില്ലേ, പുറത്തൊക്കെ ആക്നി ഇഷ്യൂസ് ഉള്ള ആളുകളുണ്ട്. എൻ്റെ ഒരു കേസസിൽ പറയുകയാണെങ്കിൽ എനിക്ക് ബാക്ക് ആക്നി ഇഷ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു യൂസ് കൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം എനിക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അതാണ് നമ്മൾ ഇന്നിവിടെ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ ഗൈസ്. അപ്പോൾ എന്തൊക്കെ ഇതിന് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഈ ബാക്ക് ആക്നി എന്ന് നമുക്ക് പറയാം, എങ്ങനെ ഇത് വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം കേട്ടോ. ബാക്ക് ആക്നി ഇഷ്യൂസ് ഹോർമോണൽ ചേഞ്ച് മൂലമൊക്കെ വരും. പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക, നമ്മളെ ബോഡി എക്സ്ഫോളിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. നമ്മുടെ എന്താ പറയുക, പോഴ്സിലൊക്കെ ഈ ഡേർട്ടും അതേപോലെ തന്നെ ഈ സെബൊക്കെ അടിഞ്ഞു കൂടിയിട്ട് പുറത്തേക്ക് ഇങ്ങനെ വരുന്നതാണ് ഈ ഒരു ബാക്ക് ആക്നി ഇഷ്യൂസ് എന്ന് പറയുന്നത്. പിന്നെ ഇത് വരാനുള്ളൊരു ചാൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഈ രാവിലെ മോർണിംഗ് വാക്ക്, അതേപോലെ ജിമ്മിൽ പോവുക, ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന അങ്ങനെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ കുളിക്കാതിരിക്കുക, മേല് കുളിക്കാതിരിക്കുക, ആ വേർപ്പിനെ അങ്ങനെ തന്നെ വെച്ചിട്ട് അത് അങ്ങനെ നമ്മുടെ സ്കിന്നിലേക്ക് തന്നെ ഇറങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഉണങ്ങി പോകുമല്ലോ നമ്മൾ, ആ വേർപ്പ് അങ്ങനെ തന്നെ നമ്മുടെ ബോഡിയിലേക്ക് ഉണങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ആളുകളിലൊക്കെ ഈ ഒരു ബാക്ക് ആക്നി ഇഷ്യൂസ് നല്ലപോലെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു കേസസിൽ ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ ഡാൻസ് കളിക്കുന്ന ഒരാളാണ്, വർക്കൗട്ട് വീട്ടിൽ നിന്ന് ചെയ്യാറുണ്ട്, ജിമ്മിൽ പോയിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള സമയത്തൊന്നും എനിക്ക് ഈ ബാക്ക് ആക്നി ഇഷ്യൂ വന്നിട്ടില്ല. പിന്നെ ഞാനിങ്ങനെ ആലോചിക്കും, പിന്നെ എന്ത് ചെയ്തിട്ടാണ് ഈശ്വര എൻ്റെ മേലെ ബാക്കിലൊക്കെ ഇങ്ങനെ ഒരു ആക്നി ഇഷ്യൂസ് ഉണ്ടാവണത്. അതായത് നമുക്കിങ്ങനെ മര്യാദയ്ക്കൊന്നും കിടക്കാൻ വേണ്ടി പറ്റില്ല, പുറത്തൊക്കെ ഇങ്ങനെ പഴുത്തിട്ട് ചെറിയ പിമ്പിൾസ് ഉണ്ടാവുമല്ലോ, അറിയുണ്ടാവും എല്ലാവർക്കും, അതേപോലെ ഇങ്ങനെ വന്ന് നിൽക്കുക. പിന്നെ ഭയങ്കര വേദനയാണ്. ഇനി ഇൻ കേസ് അതെങ്ങനെ തട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട, അത്രമാത്രം വേദനയാണ്. പൊട്ടിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ഭാഗത്തേക്ക് ഉണ്ടാകുമെന്നുള്ളൊരു പേടി. ഇനിയിപ്പോൾ ഒന്നെങ്ങാനും ഉണങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അവിടെ ആ ഒരു കറുത്ത പാടുണ്ടാവുക. ഈ സാരി കൊടുക്കുന്ന സമയത്താണ് ഗൈസ് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവുക ഈ ഒരു ഇഷ്യൂ കാരണം മുടിയൊക്കെ പിരിച്ചിടുകയൊക്കെ ആണെങ്കിൽ, ഇങ്ങനെ പിന്നെ ഇടുമല്ലോ, അങ്ങനെയൊക്കെ ഇടുകയാണെങ്കിൽ കഴുത്ത് ഇറങ്ങിയിട്ടാണല്ലോ ഉണ്ടാവുക ബ്ലൗസിൻ്റെ. അപ്പോൾ ആ ഒരു സംഭവം അങ്ങനെ പുറത്തേക്ക് നല്ലോണം കാണും. ഈ കറുപ്പ് മാർക്കും ഉണ്ടാവും കേട്ടോ ഉണങ്ങിപ്പോയതിൻ്റെയൊക്കെ. അപ്പോൾ എങ്ങനെ എനിക്കിത് വന്നത് എന്നുള്ള കാര്യം എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. പിന്നെ ഞാനത് എങ്ങനെയാണ് വന്നത് എന്നുള്ളത് സ്വയം മനസ്സിലാക്കിയിട്ടോ. നമ്മളിപ്പോൾ ഹെയറിലൊക്കെ എന്തെങ്കിലും പാക്കോ മാസ്കോ ഒക്കെ ഇടുമല്ലോ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത്. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു മെയിനായിട്ടുള്ള ഒരു കാര്യം എന്താണെന്നറിയോ, ഹെയറിൽ ഈ സംഭവം ഇട്ടതിന് ശേഷം ബോഡി വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകരുത് കേട്ടോ. എനിക്ക് പറ്റിയിട്ടുള്ള ഒരു വലിയ മിസ്റ്റേക്ക് അതായിരുന്നു. ഞാൻ ഹെയറിൽ ഈ സാധനം ഇട്ടിട്ട് അത് അവിടെ പിടിച്ചിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താക്കും, വേഗം പോയി മേല് കഴുകും. ഈ സമയത്ത് എന്താ ഉണ്ടാവുക വെച്ചാൽ, നമ്മൾ തലയിൽ ഇട്ടിട്ടുള്ള ആ ഒരു സംഭവമില്ലേ, അതിൻ്റെ ഈ ഒരു നീര് മൊത്തം ഇങ്ങനെ ഇറങ്ങി കഴുത്തിൽ കൂടെ ഇങ്ങനെ ബാക്കിലേക്ക് വന്നിങ്ങനെ ഇരിക്കും. നമ്മൾ മേല് കഴുകിയതാണല്ലോ എന്നുള്ളൊരിതിൽ മേലെ ആദ്യം കഴുകും, ഈ സംഭവം അങ്ങനെ പുറത്തേക്ക് ഇറങ്ങും, പിന്നെ പോയിട്ട് ഹെയർ വാഷ് ചെയ്യും. ഇത് അങ്ങനെ അവിടെ തന്നെ ഉണ്ടാകും. അപ്പോൾ എന്താ, ഈ തലേന്ന് ഇറങ്ങിയിട്ടുള്ള ഈ സംഭവം പുറത്തിങ്ങനെ നിന്നിട്ട് അതിങ്ങനെ പോഴ്സിലേക്കൊക്കെ ഇറങ്ങിയിട്ട് ഡേർട്ടും കാര്യങ്ങളും ഹെയറിൽ ഉണ്ടാവുമല്ലോ എന്തായാലും ഡേർട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ആണ് എനിക്ക് ബാക്ക് ആക്നി ഇഷ്യൂ വല്ലാതെ ഉണ്ടായത് കേട്ടോ. അപ്പോൾ ഞാനത് കറക്റ്റ് മനസ്സിലാക്കി, ഇങ്ങനെയാണ് എനിക്ക് ഈ സംഭവം വരുന്നത്, അല്ലാതെ വേറെ രീതിയിലൂടെ ഒന്നും അല്ല എന്നുള്ളത്. പിന്നെ നിങ്ങൾ ജിമ്മിലൊക്കെ പോകുന്ന ആളുകളാണെങ്കിലും, ഇൻ കേസ് അല്ലാതെ വീട്ടിൽ നിന്ന് വർക്കൗട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിലും പല ആളുകളും ചെയ്യുന്ന ഒരു കാര്യമാണ്,
നമ്മൾ ജിമ്മിലേക്ക് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇടുന്ന ആ ഒരു വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഇടുന്ന ആ ഡ്രസ്സ് ഉണ്ടാവുമല്ലോ, ആ ഡ്രസ്സ് തന്നെ അങ്ങനെ തന്നെ എടുത്ത് അവിടെ വെക്കും. പിറ്റേ ദിവസം പോകുമ്പോൾ ഇതന്നെ ഇടാലോ എന്ന് ഓർത്തിട്ട് അത് തന്നെ ഇടും. പിന്നെ അതേപോലെ ടവലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, മുഖം തുടക്കിയിടാം, ആ സംഭവം അതേപോലത്തെ അവിടെ വയ്ക്കും. ഇന്ന് അലക്കണ്ട, നാളെയും പോകാനുണ്ടല്ലോ, അപ്പോൾ നാളെയും കൂടി കഴിഞ്ഞിട്ട് അത് ആക്കാലോ എന്നുള്ള രീതിയിൽ അങ്ങനെ വെക്കുന്നത്. അങ്ങനെ വെക്കരുത്. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ ആക്നി ഇഷ്യൂസ് ഉണ്ടാവും. അത് നമ്മൾ ബാക്ക് ആക്നി ആണെങ്കിലും നമ്മളിനി ഫേസ് തുടയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ക്ലോത്ത് എടുക്കുകയാണെങ്കിലും ഫേസിലും ആക്നി ഇഷ്യൂസ്, പിമ്പിൾസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. പിന്നെ ഈ ജിമ്മിൽ പോയി വന്നാൽ മാത്രമല്ല കേട്ടോ, നമ്മളിപ്പോൾ എന്താ പറയുക, ബോഡിയിലുള്ള ഹെയറൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പിന്നെ ബ്ലീച്ചൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ നമ്മൾ ആഫ്റ്റർ കെയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനമുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്തിട്ടില്ലെങ്കിലൊക്കെ ഇതേപോലെ തന്നെ ബോഡി ആക്നി, ബാക്ക് ആക്നി ഇഷ്യൂസ് കൂടാനുള്ള ചാൻസ് കൂടുതലുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ DIY കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും എക്സ്ഫോളിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും എന്ത് തന്നെ ചെയ്തിട്ടുണ്ടെങ്കിലും എന്താ പറയുക, ബോഡിയിലൊരു സൺസ്ക്രീൻ ഇടുക എന്നുള്ളത് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ സൺസ്ക്രീൻ അടങ്ങിയിട്ടുള്ള ബോഡി ലോഷൻസും ഒക്കെ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് സ്യൂട്ടാവുന്നത് ഏതാണോ നോക്കിയിട്ട്, ഡ്രൈ സ്കിൻ ആണോ അങ്ങനെ എല്ലാം നോക്കിയതിന് ശേഷം അങ്ങനെ ഏതെങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഈവൻ ഇപ്പം നമ്മൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ പോലും ഇതേപോലെ സൺസ്ക്രീൻ ഇട്ടിരിക്കുന്നതായിരിക്കും ഒന്നുകൂടി ബെറ്റർ ഉണ്ടാവും. പുറത്തേക്ക് പോകുമ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, എന്തായാലും ബോഡിയിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുക. ഫേസിൽ ഇടുന്നത് മാത്രമല്ലാതെ ബോഡിയിലും കൂടി ഇടാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. നമ്മൾ DIY ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും നമ്മൾ ചെയ്ത ആ ഒരു കാര്യത്തിന് റിസൾട്ട് വേണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ സൺസ്ക്രീനും കൂടി ബോഡിയിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു കാര്യത്തിനെ നമ്മുടെ സ്കിന്നിൽ ലോക്ക് ചെയ്ത് വെക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു കേസസിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, ഞാൻ ഹെയർ പാക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും മാസ്ക് ഇടുന്ന സമയത്ത് അത് അങ്ങനെ ഇറങ്ങിയിട്ട് പുറത്ത് വന്നിട്ടാണ് എനിക്ക് ബാക്ക് ആക്നി ഇഷ്യൂ ഉണ്ടായത് കേട്ടോ. അപ്പോൾ എൻ്റെ കേസസിൽ അങ്ങനെയായിരുന്നു. നിങ്ങളുടെ കേസസിൽ ഇതെങ്ങനെയാണ് വരുന്നത്, നമ്മളെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്ന എന്തെങ്കിലും മിസ്റ്റേക്ക് മൂലമാണോ എന്നുള്ളത് ആദ്യം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അതിനുശേഷം നമുക്കിതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഞാനൊരു DIY സെറ്റപ്പിലാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിന് 2 സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമുക്ക് ബോഡിയിലൊരു പാക്ക് ഉണ്ടാക്കണം. അതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. ഞാൻ ആദ്യമേ പറയാണ്, പാക്ക് ആണെങ്കിലും നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ ചെയ്യുന്ന ഒരു മിസ്റ്റ് ഉണ്ട്, അതാണെങ്കിലും നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് പാച്ച് ടെസ്റ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് മാത്രം ഇത് ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അപ്പോൾ നമുക്ക് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ് കേട്ടോ. അരിപ്പൊടി എന്ന് പറയുമ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മറ്റേ നമ്മുടെ പുട്ടുണ്ടാക്കുന്ന പൊടിയില്ലേ, അതാണ് ഗ്രാന്യൂൾസ് ഉള്ള നല്ല തരിയുള്ള പുട്ടുണ്ടാക്കുന്ന ആ ഒരു പൊടിയില്ലേ, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 3 ടേബിൾ സ്പൂണ്. നമുക്ക് ബോഡിയിലേക്ക് എത്ര വേണോ, പുറത്ത് മാത്രമാണെങ്കിൽ അത്ര മാത്രം എടുക്കുക. നിങ്ങൾ ഫേസിലും കൂടി ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്യണം കേട്ടോ. കുഴപ്പമൊന്നുമില്ല, ഫേസിലും ബോഡിയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. രണ്ടാമതായിട്ട് എടുത്തിട്ടുള്ളത് തക്കാളിയുടെ പൾപ്പില്ലേ, അതാണ് എടുത്തത്. ഒരു ഹാഫ് പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം. അപ്പോൾ 2 സാധനങ്ങളായി, അരിപ്പൊടിയായി, നമ്മുടെ തക്കാളീൻ്റെ പൾപ്പായി. മൂന്നാമതായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുനാരങ്ങ നീരില്ലേ, ഒരു ഹാഫ് ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ചെറുനാരങ്ങ നീര് അലർജി ഉള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ എന്താ പറയുക, ചന്ദനത്തിൻ്റെ പൊടി, ഞാനിപ്പോൾ എടുക്കുന്ന പോലെ ചന്ദനത്തിൻ്റെ പൊടി എടുക്കുക കേട്ടോ. ഓക്കെ, എങ്ങനെയാണെങ്കിലും ചെറുനാരങ്ങ നീര് വെച്ചിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിലും ചന്ദനത്തിൻ്റെ പൊടി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിലും ഏതെങ്കിലും ഒന്ന് ഇട്ടാൽ മതി കേട്ടോ. അതിലേതെങ്കിലും എങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിലും ജസ്റ്റ് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഫുൾ ബോഡിയിൽ വലിയ കുറേ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയിട്ട് അപ്ലൈ ചെയ്തിട്ട് നോക്കുക കേട്ടോ. ഈ ഒരു അരിപ്പൊടി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുണ്ടാവും, നല്ലൊരു സ്ക്രബാണ്. നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന എന്താ പറയുക, എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡെഡ് സെൽ റിമൂവ് ആവാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ, നിങ്ങൾ ഫേസിൽ ഇടാണെങ്കിലും ബോഡിയിൽ ഇടാണെങ്കിലും നല്ല എന്താ പറയുക, ആക്നി ഇങ്ങനെ പഴുത്തിട്ട് ഇങ്ങനെ പൊട്ടാനായിട്ട് ഇങ്ങനെ നല്ല വേദനയോട് കൂടിയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകരുത് കേട്ടോ. ജസ്റ്റ് ബോഡിയിലോ ഫേസിലോ ഇട്ടിട്ട് വെച്ചാൽ മാത്രം മതി. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ.
പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തക്കാളീൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ്. നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്, എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. പിന്നെ ബ്ലാക്ക് മാർക്സ് ഒക്കെ ഉണ്ടാവില്ല നമ്മുടെ ബോഡിയിൽ ഉണ്ടാവണം, അതൊക്കെ പോകാൻ വേണ്ടിയിട്ടും നല്ലതാണ്. പിന്നെ നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് ചന്ദനത്തിൻ്റെ പൊടിയാണ്. എൻ്റേത് ഒരു ഡ്രൈ സ്കിന്നാണ് കേട്ടോ. ബോഡി ഫേസ് കോമ്പിനേഷൻ ആണെങ്കിലും ബോഡിയിലേക്ക് വരുമ്പോൾ വളരെയധികം ഡ്രൈ ആയിട്ടുള്ളൊരു സ്കിന്നാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കൂടെയാണ് ഞാൻ ചന്ദനം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ സ്കിന്നിനും ഇത് വളരെയധികം നല്ലതാണ് കേട്ടോ. ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല, കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് എന്താ പറയുക, കുറച്ച് നേരം വെക്കാം കേട്ടോ. ഞാനിവിടെ എടുത്തിട്ടുള്ള പുട്ടുപൊടിയാണ്, അത് സ്റ്റീവ് മെയ്ഡിൻ്റെ ആ പുട്ടുപൊടി ഇല്ല, അതാണ്. അപ്പോൾ അത് കുറച്ച് നേരം വെക്കുമ്പോൾ തന്നെ ഈ കാണുന്ന ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഫുൾ ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിലേക്ക് ആയിട്ടൊക്കെ കേട്ടോ. ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ ബോഡി പാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അടിപൊളിയായിട്ട് സ്കിന്നിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് ഫുൾ ബോഡിയിൽ അല്ലെങ്കിൽ ബാക്കിലാണെങ്കിൽ ബാക്കിൽ മാത്രം നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. സ്ക്രബ് ചെയ്യാൻ, അതായത് കുരു പോലെ ഒന്നും ഇല്ല എന്നാലും ഡെഡ് സെല്ലൊന്ന് റിമൂവ് ആയി പോയിക്കോട്ടെ എന്നുള്ള രീതിയിലാണെങ്കിൽ, വേദന ഒന്നും ഇല്ലാത്ത എന്താ പറയുക ആക്നെ ആണെങ്കിൽ നിങ്ങളിത് വെച്ചിട്ട് സ്ക്രബ് ചെയ്യുക, ഡെഡ് സെല്ലൊക്കെ റിമൂവ് ആയി പോയിക്കോളും. അതേപോലെ തന്നെ സ്ക്രബ് ചെയ്തിട്ട് ആദ്യം ഇത് മേല് നനയ്ക്കുക, നമ്മുടെ ബോഡി ഒന്ന് നന്നായിട്ടൊന്ന് നനച്ചതിന് ശേഷം ഈ ഒരു സംഭവം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 3 മിനിറ്റ്സ് വെക്കുക. എന്നിട്ട് നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഡെഡ് സെല്ലൊക്കെ റിമൂവ് ആയി പോയിക്കോളും. ഓക്കെ ഗൈസ്, അപ്പോൾ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ കഴുകുന്നുണ്ട് കേട്ടോ. കഴുത്തിന് ചുറ്റുമുള്ള ഡെഡ് സെല്ലൊക്കെ മാറാൻ വേണ്ടിയിട്ടും കറുപ്പ് കളറ് മാറാൻ വേണ്ടിയിട്ടൊക്കെ ഇത് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു ബോഡി മിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്ന് പറയുമ്പോൾ DIYs ആണ്. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മളത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ട്രസ്റ്റ് മീ ഗൈസ്, ഇത് അടിപൊളിയായിട്ട് സ്കിന്നിൽ വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ. നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന പാടുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതിൽ വേണ്ട സാധനങ്ങൾ തന്നെ ഒരു 3 കാര്യങ്ങൾ മതി കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലുള്ളത് തന്നെയാണ്. ആദ്യത്തേതെന്ന് പറയുന്നത് നമ്മുടെ തുളസിയാണ് കേട്ടോ. ഫ്രഷ് ആയിട്ടുള്ള തുളസി കിട്ടുകയാണെങ്കിൽ അത് തന്നെ എടുക്കുക. വീട്ടിലുണ്ടാകില്ല എല്ലാവരുടെയും ഇല്ലെങ്കിൽ അടുത്ത വീട്ടിൽ എന്തായാലും ഉണ്ടാവും, അവിടെ പോയിട്ട് പറിക്കുക കേട്ടോ. ഇല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള തുളസീൻ്റെ ലീവ്സ് പൗഡർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും, അങ്ങനെയെങ്കിലും വാങ്ങിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യം വേണ്ടത് തുളസിയാണ്. രണ്ടാമതായിട്ട് ഞാൻ എടുക്കുന്നത് നീം പൗഡർ ഇല്ലേ, ഫ്രഷ് ആയിട്ടുള്ള എന്താ പറയുക അരിവേപ്പിൻ്റെ ഇല കിട്ടുകയാണെങ്കിൽ അതാണ് ബെറ്റർ ആയിട്ടുണ്ടാവുക കേട്ടോ. ഞാനിവിടെ സോപ്പിലേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊടിച്ചിട്ട് സൂക്ഷിച്ച് വെക്കുന്ന അരിവേപ്പിൻ്റെ പൗഡറാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഫ്രഷ് ആയിട്ടുള്ളതാണെങ്കിൽ അങ്ങനെ എടുക്കുക. ഓക്കെ, മൂന്നാമതായിട്ട് ഞാനിവിടെ എടുക്കുന്നത് കറ്റാർവാഴയാണ്. കറ്റാർവാഴേൻ്റെ ഗ്രീൻ കളറ് വേണ്ട കേട്ടോ, നമുക്ക് ആ ഒരു ജെല്ല് മാത്രം മതി. ഓക്കെ, ഈ 3 സാധനങ്ങൾ മാത്രം മതി കേട്ടോ. ഞാനിവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറ്റാർവാഴ നന്നായിട്ടൊന്ന് അരഞ്ഞു വരാൻ വേണ്ടിയിട്ട് ഞാൻ ഈ തുളസിയും കറ്റാർവാഴയും കൂടെ ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എൻ്റെ കയ്യിലുള്ള ആര്യവേപ്പിൻ്റെ പൗഡറാണല്ലോ, അപ്പോൾ അത് അതിലേക്ക് ചേർക്കണില്ല. തുളസിയും കറ്റാർവാഴേൻ്റെ ആ ഒരു ജെല്ല് മാത്രം എടുത്തിട്ട് അത് രണ്ടും കൂടി, വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. അലോവേര എന്ന് പറയുന്നത് വെള്ളമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് വെള്ളമൊന്നും ചേർക്കാതെ ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് അരച്ചെടുക്കണുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അതായത് ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളം എടുക്കണുണ്ട്. ഈ 2 ഗ്ലാസ് വെള്ളം തിളച്ചിട്ട് വരുമല്ലോ, നന്നായിട്ട് തിളയ്ക്കണം കിടന്നിട്ട്. അത് തിളച്ച് വരുമ്പോൾ അതൊരു ഗ്ലാസ്സായിട്ട് ചുരുങ്ങുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടില്ല ആ ഒരു കറ്റാർവാഴയും തുളസിയും ഇല്ലേ, അത് ചേർത്ത് കൊടുക്കുകയാണ്. അതിലേക്ക് തന്നെ നമ്മുടെ നീമിൻ്റെ ആ പൗഡർ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നീം ലീഫ് അങ്ങനെ തന്നെ ആണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് തിളയ്ക്കണം, വെട്ടി തിളയ്ക്കണം. അന്നേരം ജസ്റ്റ് ഒന്ന് ഇടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് തിളച്ചിട്ട് അതിൻ്റെ ആ ഒരു എന്താ ക്വാണ്ടിറ്റി കുറഞ്ഞ് വരുന്ന ആ ഒരു ഇതുണ്ട്, നല്ല ഡാർക്ക് ഗ്രീൻ കളറിലാവും വെള്ളം. ആ ഒരു സമയത്ത് ഓഫ് ചെയ്തിട്ട് വെക്കുക കേട്ടോ. എന്നിട്ട് റൂം ടെമ്പറേച്ചറിൽ അത് നന്നായിട്ട് തണുക്കട്ടെ. ഓക്കെ, അപ്പോൾ ഞാൻ 2 ഗ്ലാസ് വെള്ളം എടുത്ത് ഇത് ഉണ്ടാക്കിയതിന് ശേഷം എനിക്കിതാ ഇത്രയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. കണ്ടോ, നല്ല ഡാർക്ക് ഗ്രീൻ കളറായിട്ട് ഇരിക്കുന്നില്ലേ.
കണ്ടോ, ഇത്രയും നല്ല ഡാർക്ക് കളറായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഫേസിൽ ജസ്റ്റ് ഇട്ട് കൊടുക്കാനും അതേപോലെ തന്നെ നമ്മൾ ഈ പാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബോഡി ഫുള്ളായിട്ടൊന്ന് എക്സ്ഫോളിയേറ്റ് ഒക്കെ ചെയ്ത് നിൽക്കുകയാണല്ലോ. നമ്മുടെ തുളസീൻ്റെ ഗുണങ്ങളാണെങ്കിലും കറ്റാർവാഴയുടെ ഗുണങ്ങളാണെങ്കിലും ആര്യവേപ്പിൻ്റെ ഗുണങ്ങളാണെങ്കിലും എല്ലാവർക്കും അറിയുന്നതാണ്. നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ആണ് ഈ പറയുന്ന തുളസിയും ആര്യവേപ്പും ഒക്കെ. പിന്നെ നമ്മുടെ കറ്റാർവാഴ എന്ന് പറയുന്നതും നമ്മുടെ സ്കിന്നിനെ, അതായത് എക്സ്ട്രീം ഡ്രൈ ആയിട്ടുള്ള, അതായത് എൻ്റെ പോലുള്ള സ്കിൻ ടൈപ്പുള്ള ആളുകൾക്കൊക്കെ സ്കിന്നിനെ കുറച്ച് മോയ്സ്ചറായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ടൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, ഇത് നമ്മൾ കയ്യിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അബ്സോർപ്ഷൻ നടക്കും കേട്ടോ. അതായത് എൻ്റേത് ഡ്രൈ സ്കിന്നാണ്, അപ്പോൾ ഇട്ട് ഒരു 2 മിനിറ്റ് പോലും വേണ്ട, അപ്പോഴത്തേക്ക് തന്നെ അബ്സോർപ്ഷൻ നടക്കും. പിന്നെ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ കയ്യിൽ മുഖത്തൊക്കെ ഇടുന്ന സമയത്ത് ആര്യവേപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കയ്പ്പ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ കൈയൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് ഫുഡ് കഴിക്കുക. അതേപോലെ തന്നെ ചുണ്ടിലൊക്കെ കയ്പ്പ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ആര്യവേപ്പാണ്, പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, ഉള്ളിലേക്ക് വായിലേക്ക് ആയിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ കയ്പ്പ് ഉണ്ടാകും, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്തിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൈ ഒന്ന് തൊട്ട് നോക്കേണ്ടു. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ ബാക്കിലൊക്കെ നന്നായിട്ട്, ഒരു സ്പ്രേ ബോട്ടിലാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. അത് കുറച്ച് നേരം ബോഡിയിലിട്ടിട്ട് എന്താ പറയുക, നാച്ചുറലി അതൊന്ന് ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് വെക്കുക, നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ അല്ലെങ്കിൽ ബോഡിയിൽ ഉണ്ടാകുന്ന ഈ ആക്നി ഇഷ്യൂസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഈ മാർക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ ബോഡിയിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഫേസിൽ ഉണ്ടാകുന്നതൊക്കെ, അതൊക്കെ മാറാൻ വേണ്ടിയിട്ടൊക്കെ ഇത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബോഡി മിസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക, യൂസ് ചെയ്ത് നോക്കുക. ഈ ഒരു ബോഡി മിസ്റ്റ് ആണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ പാക്ക് ആണെങ്കിലും നമ്മൾ ഫുൾ ബോഡിയിലോ ഫേസിലോ ഇടുന്നതിൻ്റെ മുൻപായിട്ട് തന്നെ ജസ്റ്റ് പാച്ച് ടെസ്റ്റ് ചെയ്യുക കേട്ടോ, എന്നിട്ട് മാത്രം യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ആക്നി ഇഷ്യൂസ് മാറാൻ വേണ്ടിയിട്ടും കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും പാടുകൾ മാറാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.